മലയാളി കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നലെ കിടന്നപ്പോഴേ വിചാരിച്ചേട്ടാ ഇന്ന് നിങ്ങളുമായിട്ട് കുറച്ച് നേരം ഒന്ന് സംസാരിക്കണം. കുറച്ച് ദിവസമായില്ലേ നമ്മളിങ്ങനെ ഒന്ന് സംസാരിച്ചിട്ട്. ഈ സനക്കുട്ടി നമുക്ക് പോണേ വന്ന് കിടക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ നമ്മളുടെ ഒപ്പം കിടക്കുമ്പോഴൊക്കെ ഞാൻ എൻ്റെ പഴയ കാലത്തിലേക്ക് അങ്ങ് പോകും കേട്ടാ. എന്ന് വെച്ചാല് ഇപ്പൊ നമ്മൾ കല്യാണം കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ കല്യാണം കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞപ്പോഴേക്ക് ഗൾഫിലേക്ക് പോയി. അവിടെ വെച്ചിട്ടാണ് സൽമാൻ ജനിക്കുന്നത്. അപ്പോ അവൻ കുഞ്ഞായിരിക്കുമ്പം ഇതുപോലെ നമ്മുടെ അടുത്ത് കിടക്കുന്നതും പിന്നെ ഈ വളർന്നു വരുന്നതും പക്ഷെ അതിലൊക്കെ ഓക്കെ ഇതിലൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഇപ്പൊ ഈ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ കുഞ്ഞുങ്ങളാകുമ്പോഴേക്കും ഒരു പ്രത്യേക സ്നേഹവും വാത്സല്യവും ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് നമുക്ക് വേണ്ട വിധത്തില് ആ കുഞ്ഞിനെ വളർത്താൻ, അതായത് അതിന് വേണ്ട സാഹചര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ കിട്ടണമെന്നില്ല. ചിലര് മാതാപിതാക്കൾക്കൊപ്പം ഉള്ളവർക്ക് അതൊക്കെ കിട്ടും. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഗൾഫിലായിരുന്നില്ലേ, അപ്പം ഒന്നാമത് ആ പ്രായം 10-30 വർഷം മുന്നേ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ എങ്ങനെ ആ കുഞ്ഞിനെ വളർത്തണം, എന്തൊക്കെ ചെയ്യണം, പിന്നെ അതിനിടയിൽ ഇപ്പൊ നിസാറിയാക്ക് ഓഫീസിലൊക്കെ പോകണം. അപ്പൊ ആ ഒരു ഇതേ ഉള്ളൂ. പിന്നെ എന്റെ പ്രായത്തിന്റെ ആ ഒരു പക്വതയൊക്കെ വെച്ചിട്ട്, പക്വത ഇല്ലായ്മയൊക്കെ വെച്ചിട്ട് നമുക്ക് കുഞ്ഞുങ്ങളെ വളർത്തുന്നതിലും ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പം പിന്നെ അവർക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുക്കുക, അത് അങ്ങനെ അങ്ങ് ജീവിതം പല രീതിക്ക് അങ്ങ് പോവുകയാണ്. അപ്പൊ ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കായിരുന്നു കേട്ടോ, എത്ര പെട്ടെന്ന് മക്കളൊക്കെ വളരുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സാഹചര്യത്തിൽ നിന്നും വ്യത്യാസമാണ് അടുത്തത് കേട്ടോ. ഇപ്പം ഈ പറഞ്ഞ മക്കള് കല്യാണം കഴിഞ്ഞ് അവർക്ക് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോഴേക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ മക്കൾക്ക് കൊടുക്കുന്നതിനേക്കാൾ ഏറെ വാത്സല്യമാണ് നമ്മളുടെ പേരക്കുട്ടികൾക്ക് കൊടുക്കുന്നത്. അതിന് കാരണം കൂടിയുണ്ട്. കാരണം നമുക്ക് ഏകദേശം ഒരു റിട്ടയർമെന്റ് ലൈഫ് എന്ന് പറയുന്ന ഒരു 19 വയസ്സിലൊക്കെ ആയിരിക്കും നമുക്ക് ചെറുമക്കളൊക്കെ ഉണ്ടാവണത്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പോ നമുക്ക് വലിയ സ്ട്രെസ്സും ഒരു സ്ട്രെയിനൊന്നും ഇല്ല കാര്യങ്ങളോട്. കാരണം കുഞ്ഞുങ്ങളെ നോക്കുക, കുഞ്ഞുങ്ങൾക്ക് വേണ്ട അവരെ ഏത് രീതി കളിപ്പിക്കാൻ പറ്റും, അവരെ ഏത് രീതി സന്തോഷിപ്പിക്കാൻ പറ്റും. അപ്പൊ അതിലേക്ക് അങ്ങ് പോവുകയാണ്. വേണ്ട ഇവിടെ വന്നത് ഇങ്ങനെ ചെയ്യുന്നത്. സനക്കുട്ടിക്കാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ നിസാറിക്ക ഇങ്ങനെ വാ ഇതെപ്പോഴും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. നിസാറിക്ക അവിടെ ഒരു ജോലി ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ്. അപ്പം നമുക്ക് ഈ പറഞ്ഞ മാതിരി അത്രയും ഒരു സ്ട്രെസ് ഒന്നും ഇല്ലാത്ത ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ചെറുമക്കളെ കൈകാര്യം ചെയ്യണത്. അതായത് ചെറുമക്കളെ വന്നു കഴിയുമ്പോഴേക്കും നമ്മളുടെ സന്തോഷം അതിലേറെ ഇരട്ടിയാവണം. അപ്പം നമുക്ക് ഈ പറഞ്ഞ മാതിരി ആ കുഞ്ഞിനെ കുളിപ്പിക്കുക, അതിന് വേണ്ട ആഹാരം കൊടുക്കുക, അതിനെ കറക്കാൻ കൊണ്ടുപോവുക, അതിലൊക്കെ നമ്മള് എൻജോയ്മെന്റ് കണ്ടെത്തുവാണ്. പക്ഷെ അപ്പോഴും കുഞ്ഞുങ്ങൾ എത്ര പെട്ടെന്നാണ് വളരുന്നതെന്ന് തോന്നിപ്പോകും കേട്ടോ. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. ഇപ്പൊ സനക്കുട്ടിയുടെ കാര്യം എടുത്താൽ തന്നെ അതായത് കണ്ടേ, ഇവിടെ രാവിലെ ആവുമ്പോഴേക്ക് ഇതുപോലെ ബ്ലോഗ്സും ഇതുപോലെയുള്ള ലെറ്റേഴ്സ് ഒക്കെ എടുത്തു വെച്ചിട്ട് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കും. അതിനനുസരിച്ച് ഓരോന്നൊക്കെ ചെയ്യും. അപ്പോ ഇതാണ് നമുക്ക് ഈ കുഞ്ഞുങ്ങളോടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പൊ എന്നെ പോലെ തന്നെ ആയിരിക്കുമല്ലോ നിങ്ങളെല്ലാവരും. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. കൊച്ചുമക്കള് ആയവർക്കായിരിക്കും ഇത് കൂടുതൽ പറയാനായിട്ട് കഴിയുന്നത്. കാരണം നമ്മൾ ശരിക്കും ഞാൻ പറഞ്ഞ ശരിയല്ലേ, നമ്മൾ മക്കളെ വളർത്തുന്നത് പോലെ അല്ല നമ്മളുടെ ചെറുമക്കളുമായിട്ട് നമ്മള് അവരെ വളർത്തിക്കൊണ്ട് വരുന്നത്. കാരണം അവരുടെ എല്ലാ കാര്യങ്ങളിലും നമ്മള് ഇൻവോൾവ് ആയിരിക്കും. അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞു? ഇവിടെ സനമോൾക്ക് സൽമാൻ വാങ്ങിച്ചു കൊടുത്ത കുറച്ച് കളർ പെൻസിലുകളും അതുപോലെ തന്നെ കളർ ബുക്കുകളും ഒക്കെ ആയിട്ട് വീട്ടിൽ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അവൾക്ക് 2.5 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അപ്പം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഇതിലൊക്കെ നല്ല താല്പര്യമുണ്ട്. അപ്പം എന്തെങ്കിലും പുതുതായി പഠിക്കാനൊക്കെ ആഗ്രഹമുള്ള ഒരു കുട്ടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാൻ സൽമാൻ്റെ അടുത്ത് ചോദിച്ചു, ഇത്ര ചെറിയ കുട്ടികൾക്ക് ഇപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാനായിട്ട് പറ്റുമോ? കിൻഡർ ഗാർഡനിലൊക്കെ സാധാരണ 3-3.5 വയസ്സായിട്ടൊക്കെ അല്ലേ ചേർക്കാറുള്ളൂ. അപ്പം അതുവരെ വീട്ടിലിരുന്ന് അവൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാൻ അങ്ങനെ ഒരു വഴിയുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ സൽമാൻ പറഞ്ഞ് ഓൺലൈനിലും അറിയാൻ നോക്ക്, അപ്പം വീട്ടിലിരുന്ന് പഠിപ്പിക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഓൺലൈനിൽ സെർച്ച് ചെയ്തപ്പോഴേക്ക് ബാൻസുവിൻ്റെ സൈറ്റ് കാണുന്നത്. അപ്പം അതിൽ കയറി നോക്കിയപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള പ്രായമുള്ള കുട്ടികൾക്കുള്ള ഒരു ഓൺലൈൻ മാത്തമാറ്റിക്സ് ലേണിംഗ് പ്ലാറ്റ്ഫോമായിരുന്നു. പക്ഷെ ഇതിൻ്റെ ഇടയിൽ അതിൻ്റെ ഒരു ഫ്രീ ഡെമോ ക്ലാസ് ഞാൻ കാണുന്നുണ്ടായിരുന്നേ. അപ്പം ഞാൻ സൽമാൻ്റെ അടുത്ത് പറഞ്ഞപ്പം സൽമാൻ പറഞ്ഞു, ഒന്ന് ജോയിൻ ചെയ്ത് നോക്ക്, എന്താണെന്ന് മനസ്സിലാക്കാമല്ലോ എന്ന്. അങ്ങനെയാണ് ഞാൻ ആ ഫ്രീ ഡെമോ ക്ലാസ് ഒന്ന് എടുത്ത് നോക്കിയത്.
പിന്നെ ഇവരുടെ സൈഡിൽ കയറി നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ കണക്ക് കൂട്ടുന്ന വ്യക്തി എന്നറിയപ്പെടുന്ന, അതായത് വേൾഡ് ഫാസ്റ്റസ്റ്റ് ഹ്യൂമൻ കാൽക്കുലേറ്റർ എന്നറിയപ്പെടുന്ന നീലകണ്ഠ ഭാനുവാണ് ഇത് സ്ഥാപിച്ചതെന്നുള്ളത്. അദ്ദേഹത്തിന് 50-ലധികം ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സുകളും സ്വന്തമായിട്ടുള്ളതാണ്. പിന്നെ ബാൻസുവിൽ കുട്ടികൾക്ക് മാത്സ് പഠിപ്പിക്കുന്ന വിഷ്വൽ ലേണിങ്ങും നമ്പർ ഗെയിംസ്, അധിഷ്ഠിത ആക്ടിവിറ്റീസ്, ബ്രെയിൻ ജിം എക്സസൈസ് ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഈ പഠനം കൂടുതൽ രസകരവും ആകർഷകവുമാവും. പിന്നെ ഇവിടെ വെറും ഫോർമുലകൾ മനഃപ്പാടമാക്കുന്നതിലല്ല ശ്രദ്ധ. ഗണിതശാസ്ത്രത്തിലെ അടിസ്ഥാന ആശയങ്ങൾ കുട്ടികൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും ശക്തമായി അരിത്തമെറ്റിക് സ്കിൽസും അതുപോലെ തന്നെ കുട്ടികളുടെ ചിന്താശേഷിയും ഓർമ്മശക്തിയും ശ്രദ്ധയും ഒക്കെ വളർത്തുന്ന തരത്തിലുള്ള ആക്ടിവിറ്റികളാണ് ഇവരിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഓരോ അധ്യാപകനും 6 വിദ്യാർത്ഥികൾ മാത്രമുള്ള സ്മോൾ ബാച്ചുകളായിട്ടാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ കുട്ടികൾക്കും പ്രത്യേകം ശ്രദ്ധ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ബാനുവിലെ 20-ലധികം രാജ്യങ്ങളിലായി 80,000-ത്തിലധികം വിദ്യാർത്ഥികൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കൂടാതെ ഫ്രീ ഡെമോ ക്ലാസ്സും ലഭ്യമാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലോ പിൻഡ് കമൻ്റായിട്ടൊക്കെ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. പിന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് ഫ്രീ ഡെമോ ക്ലാസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. പിന്നെ ഈ ഡെമോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫുൾ കോഴ്സ് എടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ നമ്മളുടെ വ്യൂവേഴ്സിന് 25% വരെ പ്രത്യേക ഡിസ്കൗണ്ടും ലഭിക്കുന്നതാണ്. ഇവിടെ ക്ലാസ്സിലിരുന്നപ്പോഴേ ഇവിടെ കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞാണ് ഇരുന്നത്. ഇതൊക്കെ എങ്ങനെ ഇത്ര ചെറുപ്പത്തിലേ അറിയാവുന്നുള്ളതാണ്. അവൾക്ക് ടാറ്റ പോണോന്ന് പറഞ്ഞേട്ടാ. സനക്കുട്ടി എങ്ങോട്ട് പോവാ? ടാറ്റ എവിടെ പോണു? എവിടെയാ പോകണ്ട മോക്ക്? ബീച്ചിലാ? മോളെല്ലാം പഠിച്ചാ? കളറിംഗ് ഒക്കെ പഠിച്ചാ? പഠിക്കാൻ പഠിച്ചു, കളറിംഗ് പഠിച്ചു, ആന്റി പഠിപ്പിച്ചു. 1 കഴിഞ്ഞ എന്താണ് മോളെ? 1 കഴിഞ്ഞ അടുത്ത എന്താണ്? 2 എന്താ? 2 3 പോവാനുള്ള ഇതിലായിപ്പോയി. 3 വെളിയിൽ പോണം എന്നുള്ള ഇതിൽ നിക്കാണ് കേട്ടാ. ആ ഒരു ഇൻട്രസ്റ്റിലായിപ്പോയി അല്ലേ? ആണാ? അങ്ങനെ സനക്കുട്ടിയെ നിരാശപ്പെടുത്താതെ എൻസാർക്ക് പറഞ്ഞ് ഒരുങ്ങി ഇറങ്ങാനായിട്ട് പറഞ്ഞേ. അപ്പം ഞാൻ പറയുന്നുണ്ട്, കൊച്ചുകുട്ടിയല്ലേ, അവൾക്ക് എന്തറിയാം. ഇപ്പം അവൾ പറഞ്ഞോടെ നമ്മളങ്ങനെ ഒരുങ്ങി പോകണമെന്ന് ചോദിച്ചു. ഇൻസാർക്ക് എങ്ങനെയാണ് കേട്ടാ, സനക്കുട്ടി എന്ത് പറഞ്ഞാലും അത് അപ്പോഴങ്ങനെ സാധിച്ചു കൊടുക്കുക. അപ്പം പറഞ്ഞ് നമ്മളൊരു കുഞ്ഞിനെ വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് വാക്കായിരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിനുള്ള സമയമൊന്നും ആയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ഇല്ല ഇപ്പോഴേ നമുക്ക് ഇറങ്ങാന്ന് പറഞ്ഞേ. അവിടെ ഇരുന്നൂടാ വാവ, അവിടെ ഇരുന്നൂടാ. വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ അവൾക്ക് മുന്നേ ഇരിക്കണം എന്ന് പറയും കേട്ടോ. പക്ഷെ ഇൻസാർക്ക് അങ്ങനെ ഇരുത്താറില്ല കേട്ടോ. അപ്പം പറഞ്ഞ അല്ല മോള് അവിടെ മമ്മാടെ അടുത്ത് ബാക്കിൽ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ആള് ഇല്ല ബഹളം വെച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ, ഫ്രണ്ടിൽ വരണം എന്ന് പറഞ്ഞ്. വീട്ടില് കറങ്ങാൻ പോണം എന്ന് പറഞ്ഞ് ടട്ട എന്ന് പറഞ്ഞ് ബഹളം വെച്ചോണ്ടിരുന്ന ആൾ ഇതാ വണ്ടി കയറിയപ്പോ ഇതാ ഉറങ്ങി. അതിനിടയിൽ തന്നെ ആളങ്ങ് ഉറങ്ങിപ്പോയി കേട്ടാ. അപ്പൊ ഞാൻ ചോദിക്കുന്നുണ്ട് ഇത് ആരെയാണ് കൊണ്ട് പുറത്തു പോകുന്നതെന്ന്. അങ്ങനെ ഇപ്പൊ എന്താ നമ്മള് ഇവിടെ ശംഖുമുഖത്താണേ വന്നിരിക്കുന്നത്. ഇപ്പൊ കുറെ നാളായി കേട്ടാ നമ്മൾ ഇവിടെ വന്നിട്ട്. ഇവിടെ നോക്കുമ്പോഴേക്ക് വലിയ തിരക്കൊന്നുമില്ല. ഇങ്ങ് ദേ കണ്ട ആ ഹാൻഡ് റെയിലിന്റെ തൊട്ട് താഴെ വരെ വന്നിരിക്കുവാണ്. പടച്ചവനെ, പണ്ടാണെങ്കിൽ നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ട് എത്ര ദൂരം നടന്നു പോയിട്ടാണെന്നറിയാവോ കടല് കാണുന്നത്. അപ്പൊ അതൊക്കെ കൊണ്ടായിരിക്കാം ചിലപ്പം തിരക്കില്ലാത്തതെന്ന് തോന്നുന്നു. അപ്പൊ നിസാറിക്ക് പറഞ്ഞ് നമ്മൾ ഈ സമയത്ത് അങ്ങനെ ഇറങ്ങിയിട്ടില്ലല്ലോ, ചിലപ്പോ ഈ സമയം ആയതുകൊണ്ടായിരിക്കും ഇവിടെ ആളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതെന്ന്. അങ്ങനെ അവിടുത്തെ പാർക്കിങ്ങിൽ പോയിട്ട് വണ്ടി നിർത്തിയപ്പം ആളിന് ഇതാ കണ്ണാടി വേണം, ഉണന്ന് കേട്ടാ, തൊപ്പി വേണം, ഇങ്ങനെയൊക്കെയാണ് സനക്കുട്ടി കേട്ടോ. പിന്നെ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവള് വാപ്പാടെ കയ്യും പിടിച്ചേ നടക്കത്തുള്ളൂ. നമ്മൾ ഇനി എത്ര വിളിച്ചാലും നമുക്കൊപ്പം വരത്തില്ല കേട്ടോ. ഇവിടെ ഈ ശംഖുമുഖത്ത് ഇതുപോലെ കടകൾ കെട്ടിയിട്ടിട്ടുണ്ടേ. അന്ന് നമ്മൾ ഉദ്ഘാടനം നടന്ന സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു, വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വാടകയ്ക്ക് കൊടുത്തോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. ഇതുപോലെ ഗവൺമെന്റിന്റെ കുറേ സ്ഥാപനങ്ങൾ ഇതുപോലെയൊക്കെ കെട്ടി അടച്ചിട്ടിരിക്കുന്നത് കാണാം. ഇത് കണ്ടോ, ബീച്ചിൽ ഒട്ടും തിരക്കില്ല കേട്ടാ. ആ ഒരു ഇത് നോക്കി, ശില്പം നല്ല രസമുണ്ടല്ലേ. ബോട്ടിലാണ് ആ ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ അതിനിടയിൽ നമ്മളുടെ 1-2 വ്യൂവേഴ്സ് വന്നു. അപ്പൊ ഇതൊക്കെ ഇവരൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ്. അങ്ങനെ സനക്കുട്ടി നിസാർക്കായ സമ്മതിക്കുന്നില്ലേ, മുന്നോട്ട് പോകാൻ നിർത്തി കൈ പിടിച്ച് വലിച്ചാണ് അവള് ഇതാ കൊണ്ടുപോകുന്നത്. പക്ഷെ ഇവിടെ എത്തുമ്പോഴേക്ക് ഇതാ കണ്ട, ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ശംഖുമുഖം കാണണം എന്നുള്ളവര് തൽക്കാലം വരാതിരിക്കുന്നതാണ് നല്ലത്. കാരണം വലിയ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. സനക്കുട്ടി ബീച്ച് എന്നൊക്കെ പറഞ്ഞ്
പക്ഷേ നമുക്ക് വെള്ളത്തിലേക്കൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. ഇതാ ഇവിടെ എല്ലാം കെട്ടി മറച്ചിരിക്കുന്നത്, ആരെ അങ്ങോട്ടേക്ക് കടത്തി വിടുന്നില്ല. അതുകൊണ്ട് ശംഖുമുഖം വരാൻ ഉദ്ദേശിക്കുന്നവർ ഇവിടെ നിന്ന് ആസ്വദിക്കാനാണെങ്കിൽ വന്നിട്ട് പോകാം, അല്ലാതെ വെള്ളത്തിലൊന്നും ഇറങ്ങാനായിട്ട് പറ്റത്തില്ല. നിരാശയായി പോയാ? നമുക്ക് അങ്ങോട്ട് പോവാം. പട്ടികൾ ഇങ്ങനെ ചുറ്റിനും ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ പേടിയാവേ. വലിയ പ്രതീക്ഷയിൽ വന്ന സനക്കുട്ടി നിരാശയായിട്ട് മടങ്ങേണ്ടി വരും. കാരണം വെള്ളം എന്നൊക്കെ പറഞ്ഞു വന്നാണ് ബീച്ചിൽ വരണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പൊ കണ്ടോ, ഇവിടെ എല്ലാം പണി നടക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് അപ്പൊ നിസാറിക്ക പറഞ്ഞു എങ്കിൽ പിന്നെ നമ്മൾക്ക് അങ്ങോട്ട് നടന്നു പോയി നോക്കാം, അവിടെ വല്ലതും ഉണ്ടാന്ന്. പക്ഷേ ഉണ്ടാവാൻ ഒട്ടും സാധ്യതയില്ല. അതാ ഇവിടെ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കൊന്നും പലരും അറിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും, നമ്മൾ അറിഞ്ഞിട്ടില്ല. നമ്മൾ ഇവിടെ ഒന്നും വരാത്തത് കൊണ്ട് ഇത് അറിയുന്നില്ല കേട്ടോ. അപ്പൊ എന്തായാലും ഇനിയിപ്പോ ശംഖുമുഖം എന്ന് പറഞ്ഞ ആൾക്കാരെ ഓടിപ്പിടിച്ചൊന്നും വരണ്ട. ഇവിടെ വന്നാൽ കടലിലൊന്നും പോകാനായിട്ട് പറ്റത്തില്ല. വെറുതെ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ ഈ ഒരു പഴയ ബിൽഡിംഗ് ഒക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ. പിന്നെ പുതിയ ശില്പം വന്നിട്ടുണ്ട്. മുൻപ് ഞാൻ ഇവിടെ ഈ ഒരു ശില്പമൊന്നും കണ്ടിട്ടില്ല. ഇന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടായിട്ടാ, ഈ ഇവിടെയുള്ള ഈ കച്ചവടക്കാരൊക്കെ എങ്ങനെയാണാവോ ആൾക്കാർ വരാതെ ഇവർ ഈ കച്ചവടമൊക്കെ നടത്തുന്നത്, അതൊന്നും അറിയത്തില്ല. ഇനി പിന്നീട് അങ്ങോട്ട് ആള് വരുമോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. അതായത് കണ്ടോ, ഇതൊക്കെ എത്ര വർഷം പഴക്കമുള്ള ബിൽഡിംഗ് ആണെന്ന് അറിയാവോ. നല്ല രസമാണ് കേട്ടാ. പിന്നെ അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ പുറത്ത് നിന്ന് എൻജോയ് ചെയ്യുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടും. പക്ഷെ നമ്മളെപ്പോലെ ആ വെള്ളത്തിലിറങ്ങാം, കടല് കാണാം എന്നൊക്കെ വിചാരിച്ച് വരുന്നവരാണ് നിരാശരായിട്ട് മടങ്ങേണ്ടി വരുന്നത് കേട്ടോ. അപ്പൊ സനക്കുട്ടിയും കൊണ്ട് വന്നതല്ലേ. അപ്പം നിസാറിക്ക പറഞ്ഞ് നമുക്ക് അങ്ങോട്ട് മുകളിലോട്ടൊക്കെ കയറിയിട്ട് പോവാം. അവളുണ്ടോ നമ്മളുടെ കൈക്ക് നിൽക്കുന്നു, നമ്മുടെ കൈ വിട്ടിട്ട് ഓടി ഓടി അങ്ങ് പോവുകയാണ് കേട്ടോ. അതിനൊത്ത് നിസാറിക്ക അങ്ങനെ നിന്നു കൊടുക്കാണ്. നമ്മള് വലിയ പ്രതീക്ഷയോടെ ഇവിടെ ശംഖുമുഖം ബീച്ചിൽ വന്നതാണേ. പക്ഷേ ആർക്കും വരുന്നവർക്കൊന്നും കടലിലേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. കാരണം അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കടലിങ്ങ് കരയോളം എത്തിയിട്ടുണ്ട്. പിന്നെ ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെ തിരക്കെന്ന് പറയുന്ന ഇല്ല കേട്ടാ. പിന്നെ ഇവിടെയുള്ള കച്ചവടക്കാരൊക്കെ എങ്ങനെ കച്ചവടം നടത്തുന്നത് കുറച്ച് വരുമായിരിക്കും. പക്ഷേ തിരക്കുണ്ട്. പട്ടികൾ ഇഷ്ടംമാതിരി പട്ടികൾ കേട്ടാ. കുട്ടിയാണെങ്കിൽ നമ്മൾ പോവാന്ന് പറയുമ്പോഴേക്ക് വരുന്നില്ല. അങ്ങനെയാണ്. എന്താ കൈവിട്ടേ വേണേ. അവളിങ്ങനെ നിയന്ത്രിക്കണത് ഇഷ്ടമല്ല. അതാ കണ്ട, വിട്ടു കഴിഞ്ഞാൽ ഇതാണ് സ്വഭാവം. നമ്മൾക്ക് പേടി തോന്നും കേട്ടോ. എടുത്ത് ചാടി നമുക്ക് അവളുടെ ഒപ്പം ഓടാൻ എത്തൂല. അതിന് മുൻപ് അവളങ്ങ് ഓട്ടമാണ് കേട്ടാ. പിന്നെ നമ്മളിതാ ഇനിയിപ്പം വേറെ ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നും ഇല്ല. അത്യാവശ്യം നല്ല ചൂടും ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഈ ഒരു സമയത്ത് ഇറങ്ങിയത് കൊണ്ടേ. അപ്പൊ ഇതാണ് സനക്കുട്ടിയുടെ കാര്യം. ഞാൻ എപ്പോഴും പറയുന്ന പിള്ളേരിങ്ങനെ ഓടുമ്പോഴായാലും നമ്മൾ അങ്ങനെ വിട്ടുകൊടുക്കരുത്, കൂടെ ഓടിപ്പോക്കണം. എനിക്ക് കാല് വയ്യാത്തോണ്ട് ഓടാനൊന്നും പറ്റുന്നില്ല. നമ്മൾ കാണുന്നില്ലേ പല അപകടങ്ങൾ നടത്തുന്നത്. നമ്മളുടെ അശ്രദ്ധ കാരണമാണ് അപകടങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ കൊച്ചു കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കള് പ്രത്യേകം ശ്രദ്ധ അവരിലേക്ക് വെക്കണം. അവരുടെ കൂടെ തന്നെ നടക്കണം. ഇപ്പൊ നമുക്കൊക്കെ നടക്കണതിന് ഈ കാലും ഇതൊന്നും വയ്യാതെ നടക്കണതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഇല്ലേ. അപ്പൊ എന്തായാലും ഇനിയിപ്പൊ നേരെ തിരിച്ച് വീട്ടിലേക്കാണ് പോണത്. സനക്കുട്ടി നിരാശയായിട്ടിരിക്കുന്നു അല്ലേ. വെള്ളത്തിലിറങ്ങാൻ പറ്റിയില്ല. ബീച്ച് എന്ന് പറഞ്ഞു വന്നതാ അല്ലേ സനക്കുട്ടി. അപ്പൊ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങള്. ഇനി നമുക്ക് അടുത്ത നല്ല റെസിപ്പിയോ വ്ളോഗായിട്ടൊക്കെ കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.